ഓക്കെ. നമ്മുടെ എന്താ പറയുക, ഏഴാമത്തെ കാര്യം, സെക്കൻഡ് ലാസ്റ്റ് കാര്യമാണ് വർക്കൗട്ട്, എക്സസൈസ്. ഓക്കെ. സോ ഞാൻ എൻ്റെ കാണിക്കാം. ഞാൻ എന്നും വർക്കൗട്ട് ചെയ്യണതാണ്. ഞാൻ ബിഫോർ ആഫ്റ്റർ എന്ന് വെച്ചാൽ അത്ര സമയമൊന്നും ആയിട്ടില്ല, ഒരു വർഷമായിട്ടുള്ളൂ ഞാനിങ്ങനെ റെഗുലർലി വർക്കൗട്ട് ചെയ്യണം. പിന്നെ അതിൽ മാർച്ച് തുടങ്ങി ജൂലൈ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ലോക്ക്ഡൗൺ തുടങ്ങിയതാണല്ലോ, പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അത്ര വർക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ കാണിക്കാം. ഫിസിക്കലി എനിക്ക് ഡിഫറൻസ് ആയത് ഞാൻ കാണിക്കാം. എൻ്റെ മുഖമൊക്കെ മെലിഞ്ഞു, അതൊക്കെ നടന്നു. പക്ഷെ വർക്കൗട്ട് ഇല്ലേ, ഈ കാണുന്ന അത്ര മാത്രം ഇല്ല. മെലിയണതും അതൊക്കെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഫൈനൽ ഔട്ട്കംസിൻ്റെ പാർട്ടാണ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഇഫക്റ്റ് ചെയ്തത് എന്താ, എൻ്റെ മെൻ്റൽ ഹെൽത്ത്, എൻ്റെ മാനസിക ഹെൽത്ത് എന്ന് വെച്ചാൽ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴില്ലേ, ഈ സ്വെറ്റ് പുറത്ത് വരില്ലേ നമ്മുടെ സ്കിൻ്റെ ത്രൂ. അപ്പോൾ നമുക്കിൽ എൻഡോർഫിൻസ് പറഞ്ഞ ഒരു അതുണ്ട്, അത് റിലീസാവും. അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് റിലീസാവുമ്പോൾ നമുക്ക് സന്തോഷമാവും. അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഇപ്പോൾ വർക്കൗട്ട് എൻ്റെ റൂട്ടീൻ്റെ പാർട്ടാണ്. ആ റൂട്ടീൻ എന്ന് വെച്ചാൽ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എന്ന് വെച്ചാൽ എത്ര 30, 40, 50 മിനിറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി, നടന്നാൽ മതി, 1 മണിക്കൂർ യോഗ ചെയ്യാം, വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. വർക്കൗട്ടിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ എന്നോട് പറയും, ഞാനപ്പോൾ നിങ്ങളോട് പറയാം എന്താ ചെയ്യേണ്ടത്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ 7 സ്റ്റെപ്പാണ് പറഞ്ഞത്, ഇത് 6 സ്റ്റെപ്പാണ്. ഞാനത് 7 സ്റ്റെപ്പിൽ ലിങ്ക് ചെയ്യാം. അതാണ് ഒരു റൂട്ടീൻ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ ജേർണലിങ്, ആ ജേർണലിങ് നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് എഴുതില്ലേ, അപ്പോൾ എന്താ പറയുക, ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. അപ്പോൾ ഞാനില്ലേ അതിൽ ആ ലിസ്റ്റിൽ ഇതുപോലും എഴുതും. രാവിലെ എഴുതിയിട്ട് അവനവൻ്റെ കമ്പിളി ഫോൾഡ് ചെയ്യുക. ബിക്കോസ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി വെച്ചാലില്ലേ, നമ്മൾ ഈ വേണ്ടാത്ത നെഗറ്റിവിറ്റി, ഈ അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് എന്നോട് ഇത് പറഞ്ഞു, ആ മാമൻ എന്നോട് ഇത് പറഞ്ഞു, അതൊന്നും എൻ്റെ ബുദ്ധി അപ്പോൾ ആ സമയത്ത് പോലും. ഞാൻ അങ്ങനത്തെ പെണ്ണാണ്. എനിക്ക് ഈ വേണ്ടാത്ത ആൾക്കാർ പറഞ്ഞതൊക്കെ കുറേ ഇമ്പാക്റ്റ് ചെയ്യും. അതൊക്കെ ഐ ഡോണ്ട് നോ, ദാറ്റ്സ് ഹൗ ഐ ആം. അതിൽ ഞാനിപ്പോൾ പണിയെടുക്കാണ്. അത് ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണേ. അപ്പോൾ ഈ സ്മോളസ്റ്റ് ഓഫ് തിങ്, രാവിലെ എണീക്കാം, ഒരു ലിറ്റർ വെള്ളം കുടിക്കുക, എണീറ്റിട്ട് കമ്പിളി ഫോൾഡ് ചെയ്യുക, രാവിലെ ചായ ഉണ്ടാക്കുക, ഇതൊരു ഫുൾ റൂട്ടീൻ. പിന്നെ ഓഫീസിൽ പണിയെടുക്കുക, പിന്നെ ഞാനൊരു വീഡിയോ ഗെയിം കളിക്കാറുണ്ട്, അത് ചെയ്യുക, ബുക്ക് വായിക്കുക, യൂട്യൂബ് ചെയ്യുക, ഓഫീസിൽ പണി ചെയ്യുക, വീട്ടിലെ പണി ചെയ്യുക. ഇതൊരു ലിസ്റ്റ്, ഈ റൂട്ടീൻ ഫോളോ ചെയ്താൽ, അതാ നമ്മുടെ അമ്മ അച്ഛൻ്റെ സമയത്ത് അവർക്കൊരു റൂട്ടീൻ ഉണ്ടായിരുന്നു. അവർക്ക് എണീക്കുക, ഇതൊക്കെ ചെയ്യുക. അത് കാരണമാണ് അവർക്കൊരു നോർമൽ പ്രോസസ് ഫ്ലോ. അത് കാരണം അവർ പറയണേ രാവിലെ വേഗം എണീക്കാം. സോ ഞാൻ ആ രാവിലെ വേഗം എണീക്കണത് ഞാൻ ഇതുവരെ അതിലെത്തിയിട്ടില്ല. ബിക്കോസ് എനിക്ക് രാത്രി 1:30-2 മണി വരെ കോൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ 7 മണിക്ക് എണീക്കാനേ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിലും ലേറ്റാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേഗം എണീക്കാൻ പറ്റണമെങ്കിൽ പ്ലീസ്, ബിക്കോസ് ഞാൻ എണീറ്റിട്ട് നോക്കിയിട്ടുണ്ട്, അത് കുറേ ഇമ്പാക്ട്ഫുള്ളാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എൻ്റെ സ്കെഡ്യൂൾ എനിക്ക് അത് പെർമിറ്റ് ചെയ്യണില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ആ റൂട്ടീനിൽ അത് ഫിക്സ് ചെയ്യും. അതിൽ ഡെഫിനറ്റ്ലി ആവും. അതാണ് എൻ്റെ 7th ഹാബിറ്റ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹാബിറ്റ്, വിച്ച് ഈസ് അവനവനെ വേറെ ആൾക്കാരുടെ കൂടെ കമ്പയർ ചെയ്യാനേ പാടില്ല. ഇത് ഈസിലി നമ്മൾ പറയാം. ആൻഡ് ഈ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, 7 കാര്യങ്ങളിലും നമ്മൾ വേണമെങ്കിൽ വേറെ ആൾക്കാരിനെ നമ്മൾ അവനവനെ കമ്പയർ ചെയ്യും. അത് ചെയ്യാനേ പാടില്ല. എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഞാൻ വിചാരിക്കും, അവളിത്ര വലിയതാണ്, അല്ലെങ്കിൽ അവളുടെ മുടി ഇത്ര നല്ലതാണ്, ഇല്ലെങ്കിൽ അവർ നോക്കൂ കറങ്ങാൻ തായ്ലൻഡിൽ പോകണു, ഇല്ലെങ്കിൽ അവർ നോക്കൂ അവർക്ക് ഇത്ര നന്നായിട്ട് മേക്കപ്പ് ചെയ്യണു. ഇറ്റ്സ് ഓക്കെ, അവർ ചെയ്യട്ടെ. നമ്മളുടെ ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ അറിയാം. ആൻഡ് ദാറ്റ് ഈസ് ഇതിൽ വേറെ ഒരു വലിയ അണ്ടർലൈൻ മെസ്സേജ് ഉണ്ട്. എന്ന് വെച്ചാൽ അവനവൻ്റെ മേലെ അത്ര പ്രഷർ ചെയ്യാനേ പാടില്ല. നമ്മൾ അത്ര സ്നേഹിക്കണം. അത്ര നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ വേറെ ആൾക്കാരെ കമ്പയർ ചെയ്യില്ല. നമ്മൾ ഇഫക്റ്റേ ആവാൻ പാടില്ല വേറെ ആൾക്കാർ എന്താ ചെയ്യണേ. അവർ ചെയ്യണത് നല്ലത്, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. അതിൽ ജെലസ് ആവാൻ പാടില്ല. അവർക്ക് നമ്മുടെ പോലെ ആവാൻ പറ്റില്ല, നമുക്ക് അവരുടെ പോലെ ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ അത് വേണം. എന്താ പറയുക, നമ്മുടെ റൂട്ടീൻ, നമ്മുടെ ലൈഫ് എങ്ങനെ വേണ്ട അതാണ്. അങ്ങനെയാണ് നമ്മൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ചെയ്യുക. ഐ തിങ്ക് ഞാൻ ഒരു പോയിന്റ് മിസ് ചെയ്തു. അത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്, അവനവന് വേണ്ടിയിട്ട് ഇയർലി ഗോൾസ് സെറ്റ് ചെയ്യുക. സോ അതിലും ഞാൻ എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ജാനുവരിയിലായില്ലേ, എന്ന് വെച്ചാൽ ഫെബ്രുവരി ആയി, ഡിസംബർ എൻഡിൽ ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്തു. അതിൽ ഞാൻ 3 കാറ്റഗറീസിലാണ് വെച്ചത്.
പ്രൊഫഷണൽ വർക്ക് റിലേറ്റഡ് പണി റിലേറ്റഡ്. സെക്കൻഡ് പേഴ്സണൽ എന്ന് വെച്ചാൽ അതിലൊക്കെ നീ മെഡിറ്റേറ്റ്, വർക്കൗട്ട്, ഡെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇതിനൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ എനിക്ക് വേണ്ടത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫാമിലി എന്ന് വെച്ചാൽ ഭർത്താവായിട്ട് തല്ലൂടണ്ട, അനിയനായിട്ട് എന്നും സംസാരിക്കണം, അച്ഛനായിട്ട് എന്നും സംസാരിക്കണം, ഇൻലോസായിട്ട് എന്നും സംസാരിക്കണം, വേണ്ടാത്ത റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനേ പാടില്ല, അത്ര നെഗറ്റിവിറ്റി കട്ട് ഓഫ് ചെയ്യണം. ബെസ്റ്റ് ഫ്രണ്ട്സിനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം സംസാരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഗോൾസ്. ആൻഡ് ഇതാണ് 3 ഗോൾസ്. അപ്പോൾ ഇതിലും നമ്മൾ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ചെയ്യണം. ആൻഡ് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എത്ര അവനവന് വേണ്ടി വെച്ച് ഞാനിങ്ങനെ ഹോംവർക്കാണ് തരണേ, ഇങ്ങനെ ജേർണലിങ്ങിൽ ഡയറി എഴുതും, ഇല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഈ ജോലി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ നമുക്ക് തൊലയാൻ പാടില്ല, ഇങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ അവനവന് വേണ്ടിയിട്ടും സമയം എടുക്കണം. എസ്പെഷ്യലി പെണ്ണുങ്ങൾ നമ്മളില്ലേ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമുക്ക് വീട്ടിൽ പണിയെടുക്കണം, ഓഫീസിൽ പണിയെടുക്കണം, നമുക്ക് കുട്ടികളെ നോക്കണം, അതൊക്കെ ചെയ്യണം. പക്ഷെ അവനവന് വേണ്ടിയിട്ട് സമയം എടുക്കണം. ബിക്കോസ് ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും. ആൻഡ് ഇതെനിക്ക് കുറേ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് കുറേ പോസിറ്റീവായിട്ട് ഇത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ എന്ത് വേണമെങ്കിൽ ട്രൈ ചെയ്തിട്ട് എന്നോട് പറയും എങ്ങനെയായിരുന്നു നിങ്ങളുടെ മേലെ ഇതിൻ്റെ ഇമ്പാക്റ്റ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും കോമെൻറ്റ്സ് ഉണ്ട്, സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാൻ ഡെഫിനറ്റ്ലി അതിന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ, ഹാവ് എ ഗുഡ് ഡേ.